ഓഫീസിന്റെ ATM അടച്ചിട്ട് 9 മാസം പിന്നിട്ടിട്ടും കുറവുകൾ പരിഹരിച്ച് തുറന്നു നൽകുന്നില്ലെന്ന് ആക്ഷേപം. ചെങ്ങന്നൂർ വൈദ്യുതി ഭവന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലായാണ് ATM സ്ഥിതി ചെയ്യുന്നത്. UPSലെ പിഴവ് കാരണം കഴിഞ്ഞ വർഷം ഡിസംബറിൽ അടച്ചിട്ടതാണ്. ഓഫീസ് സംവിധാനത്തിലുള്ള UPSലേക്ക് ATM കൂടി ഘടിപ്പിക്കാൻ പരിശ്രമം ഉണ്ടായെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെച്ചു. കൂടുതൽ കപ്പാസിറ്റി താങ്ങാനുള്ള ശേഷിയില്ലാത്തതാണ് കാരണം. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സംവിധാനവും തപാൽ വകുപ്പും തമ്മിലുള്ള ധാരണക്കുറവാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്ന് ഇടപാടുകാർ പറയുന്നു. ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനം ലഭിച്ചിരുന്ന ATM ആണിത്. തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ വരുന്നവർക്കും പണത്തിന് ഉപകാരപ്പെടുമായിരുന്നു. സമീപത്തെങ്ങും മറ്റു ബാങ്കുകളുടെ ATM ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. പോരായ്മകൾ പരിഹരിച്ച് എത്രയും വേഗം ATM കൗണ്ടർ തുറക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതോടൊപ്പം ഓഫീസ് വളപ്പിൽ നിന്നും മാറ്റി റോഡ് വശത്തേക്ക് ATM കൗണ്ടർ സ്ഥാപിക്കണമെന്നും ഇടപാടുകാർ ആവശ്യപ്പെടുന്നു. ചെങ്ങന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഏതാണ്ട് ഒരു വർഷത്തിന് മേളിലായിട്ട് അവിടെ ഒരു ATM കൗണ്ടർ ഉണ്ട്. അത് പ്രവർത്തിക്കാതെ ഇപ്പം പൂട്ടിയിട്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് ചേർന്നാണ് KSBയുടെ ഓഫീസ് ഇരിക്കുന്നത്. അതായത് KSB ബില്ലടയ്ക്കാൻ ഉൾപ്പെടെയുള്ള ഓഫീസ് ഇരിക്കുന്നത്. മാത്രമല്ല അതിന് ചുറ്റുവട്ടങ്ങളിൽ പിന്നെ പാസ്പോർട്ട് സേവ ഉൾപ്പെടെയുള്ള നിരവധി ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, മാർക്കറ്റുകളുണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ട്. സജീവമായിട്ട് ജനങ്ങളും ആ ഭാഗത്ത് നന്നായിട്ട് വരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സമീപത്തായിട്ടെങ്ങും മറ്റൊരു ബാങ്കിൻ്റെ ATM കൗണ്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ATM കൗണ്ടർ പൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ അത് ഒരു തലം. ഇനി മറ്റൊരു സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ATM കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്താണ്. 5 മണിക്ക് ഇവർ ഈ മെയിൻ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കടന്ന് ഇതിൻ്റെ സേവനമൊട്ട് നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ATM സെൻറ്റർ തുറക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആകുന്ന തരത്തിലുള്ള ഒരു മറുപടി അല്ല ലഭിച്ചത്. പക്ഷേങ്കിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ATM കൗണ്ടർ അവിടെ ഓപ്പൺ ആക്കാൻ പറ്റുകയും ചെയ്യും, വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ 5 മണിക്ക് ശേഷം അടച്ച് ജനങ്ങൾക്ക് പിന്നീട് അതിൻ്റെ സർവീസ് കിട്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ അവരുടെ പ്രോപ്പർട്ടിക്ക് പോസ്റ്റ് ഓഫീസിന് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി തന്നെ മെയിൻ റോഡിനോട് ചേർന്ന് പുതിയ ഒരു ചെറിയ കൗണ്ടർ ഓപ്പൺ ആക്കി അത് 24 മണിക്കൂർ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സഹായം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് തൽക്കാലം ഈ നിലവിലുള്ള ATM കൗണ്ടർ തുറക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണം. ജനങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുത്തേണ്ട ATM കൗണ്ടറാണ് നിശ്ചലമായിരിക്കുന്നത്. അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് ATM പഴയതുപോലെ പ്രവർത്തന സജ്ജമാക്കണം. മെയിൻ റോഡിനോട് ചേർന്ന് കൗണ്ടർ സ്ഥാപിച്ചാൽ 24 മണിക്കൂറും സേവനം ലഭ്യമാകും. നമ്മുടെ ചെങ്ങന്നൂർ മെയിൻ പോസ്റ്റ് ഓഫീസിനെ പറ്റിയാണ് പറയാനുള്ളത്. അവിടെ എനിക്ക് ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ട്, മാതാവിനും ഉണ്ട്, വൈഫിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പൈസ എടുക്കുവാനായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ അവിടെ ATM കൗണ്ടർ അടച്ചിട്ടിട്ട് വർഷങ്ങളായി. അത് തുറന്ന് പ്രവർത്തിക്കാത്തതിനാൽ നമുക്ക് പൈസ എടുക്കുവാനായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നമ്മളൊരു ചെക്കുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മൾ മണിക്കൂറുകൾ കാത്തു നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു 1000 രൂപയോ 2000 രൂപ എടുക്കുവാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. അത് മണിക്കൂറുകൾ നമ്മളെ സമയം അവിടെ പോവുകയാണ്. ഇത് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ അധികൃതർ എത്രയും വേഗം അതിന് നടപടിയെടുത്ത് ATM കൗണ്ടർ പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ചെങ്ങന്നൂരിലെ മെയിൻ പോസ്റ്റ് ഓഫീസിൽ ATM പ്രവർത്തന സജ്ജമാക്കണം. പണത്തിനായി ചെക്കുമായി പോയാൽ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. പ്രായമായവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.